അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ശാരദയും അതുപോലെ തന്നെ കുടുംബവും കൂടി മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കണം കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോഴും ഗംഗേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചില്ലല്ലോ അമ്മേ. അമ്മയുടെ വാക്ക് മാത്രമല്ല എല്ലാവരുടെ മുന്നിലും വെച്ച് പറഞ്ഞത്. അപ്പോൾ ശാരദ തിരിച്ചു ചോദിക്കണം, അതിന് ഗംഗയ്ക്ക് വിനീതിന് ഇഷ്ടമല്ലേ? അപ്പോൾ കാവേരി പറയണം, അത് ഗംഗേച്ചിയല്ലേ അമ്മ പറയേണ്ടത്. അമ്മ ഗംഗേച്ചിയോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഇതിനെല്ലാത്തിനും ഉപരി സുജാത അമ്മയുടെ സമ്മതം ചോദിച്ചോ? അപ്പോൾ രാധമ്മ പറയാണ്, സുജാതയുടെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്, ഞാൻ അവളോട് സംസാരിച്ചോളാന്ന്. അപ്പോഴത്തേക്ക് സുജാത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുജാതയെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശാരദയാണെങ്കിൽ സുജാതയോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുജാതയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുജാതയാണെങ്കിൽ ഒരു പകയും ഉള്ളിലില്ലെന്ന പോലെയൊക്കെ ആദ്യം നല്ലോണം ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, ഇന്ന് ഗംഗയുടെ വിവാഹ നിശ്ചയമായിരുന്നല്ലോ, വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തതെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഗംഗ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശാരദയാണെങ്കിൽ ഗംഗയെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഗംഗ വരുമ്പോഴത്തേക്ക് സുജാത ഗംഗയെ നോക്കിയിട്ട് പറയാണ്, 2 വിവാഹ നിശ്ചയം മുടങ്ങിയാൽ എന്താ, ഒടുവിൽ നീ ആഗ്രഹിച്ചതുപോലെ ഒരു ബന്ധം തന്നെ നിനക്ക് ഒത്തു വന്നില്ലേ, ഇനി അത് ഓർത്ത് സന്തോഷിക്കുന്നൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് സുജാതയാണെങ്കിൽ തിരിഞ്ഞിട്ട് എല്ലാവരോടും പറയാണ്, ഞാനും ഇന്ന് വിനീതിന് വേണ്ടിയിട്ടേ ഒരു പെണ്ണ് കാണാൻ പോയതാ. പെണ്ണ് ടീച്ചറാണ്. ഇനിയിപ്പോൾ നമുക്ക് 2 വിവാഹങ്ങളും ഒരുമിച്ച് അങ്ങ് നടത്തിയാലോ അമ്മേ, അതല്ലേ നല്ലതെന്ന് ചോദിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് പകച്ച് നിൽക്കുകയാണ്. രാധമ്മ ചോദിക്കുകയാണ്, എന്താ സുജാത നീ ഈ പറയുന്നത്, ഇവിടെ നടന്നതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ സുജാത പറയണ, അറിഞ്ഞമ്മേ, ഞാൻ എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ രാധമ്മ പറയാണ്, എടി ഗംഗയുടെ വിവാഹം വിനീതുമായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഏത് വിനീത അമ്മേ? എൻ്റെ മകൻ വിനീതാണോ? അപ്പോൾ രാധമ്മ പറയണം, അതേടി നിൻ്റെ മകൻ വിനീത് തന്നെയാണ്. ഞാൻ അറിഞ്ഞതേ ഗംഗയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് ഏതോ ഒരു വിനീതുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചെന്നാ. അത് എൻ്റെ മകൻ വിനീതാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അല്ല, ഇവൾക്ക് എൻ്റെ മകനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അന്ന് എൻ്റെ മകൻ എൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ സമയത്ത് രാധമ്മ പറയുന്നുണ്ട്, ഗംഗയ്ക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ച ചെക്കനെ ആദ്യം തന്നെ ഒന്ന് കെട്ടിയതാ. അതിൽ ആ ചെക്കനൊരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഒരുത്തനുമായിട്ട് എങ്ങനെയാണ് മോളെ ഗംഗയുടെ വിവാഹം നടത്തുന്നത്? അപ്പോൾ സുജാത തിരിച്ചു ചോദിക്കണം, അല്ലായിരുന്നെങ്കിൽ അവളിപ്പോൾ കെട്ടും കഴിഞ്ഞ് പോയേനല്ലേ. ആർക്കും വേണ്ടാതായപ്പോൾ എൻ്റെ മകനെ നിങ്ങൾക്ക് ഓർമ്മ വന്നു. അവൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരു പെണ്ണേ ഉള്ളൂ, അത് ഈ നിൽക്കുന്ന ഗംഗയാണ്. എന്നാൽ ഇവർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാവോ എൻ്റെ മകനെ അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്? എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ ഗംഗയ്ക്കാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സുജാത പറയാണ്, പറ്റത്തില്ല അമ്മേ, പറ്റില്ല. ഈ ജന്മം ഒരു സന്തോഷവും സമാധാനവും എൻ്റെ മകന് കൊടുക്കാൻ ഇവൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഈ വിവാഹം നടക്കത്തില്ല. അപ്പോൾ ശാരദയാണെങ്കിൽ സുജാതയോട് പറയണം, സുജാത, എൻ്റെ മകളല്ല, ഞാനാണ് എല്ലാവർക്കും മുന്നിലും വെച്ച് വാക്ക് കൊടുത്തത്. സുജാതയോട് ചോദിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റ് തന്നെയാണ്. അതിന് എന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോ, എൻ്റെ മക്കളെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സുജാതയുടെ കാലിൽ വീഴുകയാണ് കേട്ടോ.